ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ അല്ലേ ചേമ്പ്. എന്നാൽ കറി വെക്കാൻ വേറൊരു വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും ആകും മിക്കവരും ചേമ്പിൻ്റെ കറി വെക്കാൻ എടുക്കാറ്. അതും ചോറിലേക്ക് മാത്രം സൈഡ് ഡിഷായിട്ട് മോരുകറി അല്ലെങ്കിൽ ഉപ്പേരി ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ചേമ്പ് കൊണ്ട് ഉണ്ടാക്കാറല്ലേ. ഇന്ന് ഞാൻ ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തി, പൊറോട്ട, അപ്പം എന്ന് വേണ്ട ഏത് പലഹാരത്തിലേക്കും അടിപൊളി കോമ്പിനേഷനായിട്ട് ചേമ്പ് കൊണ്ടുണ്ടാക്കാവുന്ന നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും തീർച്ചയായും ഒരുപോലെ ഈ കറി ഇഷ്ടപ്പെടും. ചേമ്പ് വെച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോസിൻ്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം മിസ്സാതെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ചേമ്പ് വേവിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 400 ഗ്രാം ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേമ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂടി വെച്ച് ചേമ്പൊന്ന് വേവിക്കാം. നമുക്ക് പലതരത്തിലുള്ള ചേമ്പ് കിട്ടാറുണ്ടല്ലോ അല്ലേ. അതിൽ കുറച്ച് വഴുവഴുപ്പുള്ള ഒരു തരം ചേമ്പാണ് കറി വയ്ക്കുന്നതെങ്കിൽ ചേമ്പ് വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി ഇതേ പാനിൽ മസാല റെഡിയാക്കാനായി കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായാൽ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മൂപ്പായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സബോള ചെറുതാക്കി ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. വെജ് കറി ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും റോസ്മെല്ലൊന്നും കറിയിൽ തരി പോലെ അറിയാത്ത തരത്തിൽ അത്രയും നല്ല പോലെ ഇത് വഴറ്റന്നെ വേണം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സബോളയുടെ കൂടെ തന്നെ ചേർത്ത് വഴറ്റുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ചേമ്പ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. ഇതിലേക്ക് ഇനി 2 നുള്ളു കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. പൊടികൾ നന്നായി മൂപ്പായി വന്നാൽ നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തതും ഒപ്പം മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. മൂന്ന് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തീരെ പുളിയില്ലാത്ത തൈരിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കിയതാണിത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയാൽ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ചേമ്പ് ചേർത്ത് കൊടുക്കാം. ചേമ്പിൽ മസാലയൊക്കെ നന്നായി പിടിക്കാനായി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ചേമ്പ് നന്നായി വെന്താലാണ് കേട്ടോ മസാലയൊക്കെ നല്ല പോലെ ചേമ്പിൽ പിടിക്കുമോ. അപ്പോൾ ആദ്യമേ തന്നെ ചേമ്പ് നന്നായി വേവിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മൂടി തുറന്ന് വെച്ച് 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ച് ഗ്രേവി കുറുക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ സമയത്ത് കസൂരി മേത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇല്ലെങ്കിൽ മല്ലിയില മാത്രം ചേർത്താൽ മതി.
പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. ഞാൻ മല്ലിയിലയുടെ കൂടെ കുറച്ചുകൂടെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പം മുളകിന് നല്ലൊരു ഫ്ലേവർ കൂടെ ലാസ്റ്റ് ഇതുപോലെ ചേർത്താൽ കറിക്ക് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നോർത്ത് ഇന്ത്യൻ കറികളുടെ ഫ്ലേവറിലുള്ള ഒരു കറിയാണിത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇറച്ചി വെച്ചുണ്ടാക്കുന്ന കറികളെ പോലെ തന്നെ നിങ്ങൾക്കത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.